ഇപ്പോൾ മഴക്കാലം വരാൻ പോവുകയാണ്. നാളെയോ മറ്റന്നാളോ നമ്മുടെ മൺസൂൺ എത്തുകയാണ്. ഇന്ന് പലയിടത്തും മഴയായിരുന്നു. നാളെ 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് അലർട്ടാണ്. റെഡ് അലർട്ടിലേക്ക് ഒരു ജില്ലയിലും പോയിട്ടില്ല എന്നേ ഉള്ളൂ. നാളെ 2 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. അതിൻ്റെ അടുത്ത ദിവസം 5ഓ 6ഓ ജില്ലകളിലേക്ക് റെഡ് അലർട്ട് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചാണ്, കാലാവസ്ഥാ പ്രവചനം അനുസരിച്ചാണുള്ളത്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ നഗര ഗ്രാമ മേഖലകളിൽ സംഭവിക്കുക എന്ന വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യവും ചോദിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ കോർപ്പറേഷനെ രൂക്ഷമായി വിമർശിക്കുകയാണ്. ഈ മഴയെത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഹൈക്കോടതി മഴയ്ക്ക് മുൻപ് കനാലുകൾ വൃത്തിയാക്കാത്തതിനാണ് വിമർശനം. മഴയ്ക്ക് മുൻപ് കാന വൃത്തിയാക്കണമെന്നറിയാൻ റോക്കറ്റ് സയൻസ് ഒന്നും അറിയേണ്ടതില്ല എന്നും കോടതി വിമർശിച്ചിട്ടുണ്ട്. ബിനിലാണ് വിവരങ്ങളുമായി ചെന്നത്. ബിനിൽ, ഈ സാധാരണ നമ്മൾ പറയാറുള്ള ഒരു പ്രയോഗമാണ്, റോക്കറ്റ് സയൻസ് ഒന്നും അതിനറിയേണ്ട കാര്യമില്ലല്ലോ, സാധാരണ യുക്തിയല്ലേ, കോമൺ സെൻസ് മതിയല്ലോ. ആ കോമൺ സെൻസ് എന്താണ് കൊച്ചി കോർപ്പറേഷൻ ഇല്ലാതെ പോയത്? ആ മറുപടി പറയുന്നുണ്ടോ കോർപ്പറേഷൻ? രതീഷ്, ഈ ചോദ്യം തന്നെയാണ് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആവർത്തിച്ച് ചോദിച്ചത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട കേസിന് ശേഷമാണ് കൊച്ചിയിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് കോടതി കടന്നത്. അവിടെ കോർപ്പറേഷൻ ഹാജരാക്കിയ റിപ്പോർട്ട് പ്രകാരം ഇവിടുത്തെ കാനകളിൽ പലയിടത്തും 30% മാത്രമേ ഈ ചെളി നീക്കം ചെയ്യലടക്കം നടന്നിട്ടുള്ളൂ. ഇനി മഴ വന്നു, ഈ മഴയ്ക്ക് ശേഷം എങ്ങനെയാണ് കാന വൃത്തിയാക്കുന്നത് എന്നതാണ് കോടതി ഉയർത്തുന്ന ചോദ്യം. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ പണം ആറ്റാരുടെയെങ്കിലും പോക്കറ്റിലേക്ക് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അറബിക്കടലിലേക്ക് ആയിരിക്കില്ല ഈ പൊതുപ്പണം ഒഴുകി പോകാൻ പോകുന്നത് എന്നതാണ് കോടതിയുടെ വിമർശനം. അവിടെയാണ് ഈ മഴ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ കാനകൾ വൃത്തിയാക്കണമെന്ന് പഠിക്കാൻ അതിന് റോക്കറ്റ് സയൻസ് ഒന്നും അറിഞ്ഞിരിക്കേണ്ടതില്ല എന്ന കോടതിയുടെ രൂക്ഷമായ വിമർശനം വരുന്നത്. എന്തുകൊണ്ട് ഈ കാന വൃത്തിയാക്കിയിട്ടില്ല ഇതുവരെ എന്നതാണ് കോടതി ഉയർത്തുന്ന ചോദ്യം. എന്തായാലും കൊച്ചി നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ ഇന്നത്തെ മഴയിലടക്കം രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കോടതി ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ എത്ര വിമർശിച്ചാലും നന്നാവില്ല എന്ന രീതിയിലാണ് കൊച്ചി കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഏത് മഴക്കാലത്തും കോർപ്പറേഷൻ ഇതേ വിമർശനങ്ങൾ നേരിടുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഈ ഉദ്യോഗസ്ഥർ ഇവിടെ ഇരിക്കുന്നത് എന്ന ചോദ്യം അടക്കം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരികയാണ്. മഴക്കാലത്ത് വലിയ വെള്ളക്കെട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥർ ഇതിന് ഉത്തരവാദികളായിരിക്കും എന്ന മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കോടതി നൽകിയിരിക്കുകയാണ്.